നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലുണ്ടായ തീപിടുത്തവും അതിന് പിന്നാലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന രോഗികൾ മരണപ്പെട്ടതും കേരള ആരോഗ്യ വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. മാർച്ച് 17 ഉച്ചയോടെയാണ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ അപ്രതീക്ഷിതമായിട്ട് തീപിടുത്തമുണ്ടായത്. പുകയും തീയും പറന്നതോടെ ICUവിൽ കഴിഞ്ഞിരുന്ന അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെയും ജീവനക്കാരെയും അതിവേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു. എന്നാൽ ഈ സ്ഥാനമാറ്റത്തിന് പിന്നാലെ ചികിത്സയിലുണ്ടായിരുന്ന 2 രോഗികൾ മരണപ്പെട്ടതാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കും ജനരോഷത്തിനും കാരണമായിരിക്കുന്നത്. ആശുപത്രിയിലെ സുരക്ഷാ സംവിധാനങ്ങളുടെയൊക്കെ തന്നെ പോരായ്മയും അടിയന്തര ഘട്ടങ്ങളിലെ ഏകോപനമില്ലായ്മയുമാണ് ഈ ദുരന്തത്തിന് പിന്നിലെന്ന് പ്രാഥമികമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. നെയ്യാറ്റിൻകര സ്വദേശിയായ സനീഷ്, ഓയൂർ സ്വദേശിയായിട്ടുള്ള കൃഷ്ണൻകുട്ടി എന്നിവരുടെ മരണമാണ് ഇപ്പോൾ വലിയ പരാതികൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. ബൈക്ക് അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സനീഷിൻ്റെ നില തീപിടുത്തത്തിന് ശേഷമാണ് വഷളായതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ICUവിൽ ലഭിച്ചിരുന്ന കൃത്യമായിട്ടുള്ള പരിചരണം വാർഡുകൾ മാറ്റിയതോടെ തടസ്സപ്പെട്ടുവെന്നും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായെന്നുമാണ് ഇവരുടെ പരാതി. സമാനമായിട്ടുള്ള രീതിയിൽ കൃഷ്ണൻകുട്ടിയുടെ മരണവും ICU മാറ്റത്തിന് പിന്നാലെയാണെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബവും സാക്ഷ്യപ്പെടുത്തുന്നു. തീപിടുത്തം നടന്ന ദിവസം ഉച്ചയ്ക്ക് 12:45 കൃഷ്ണൻകുട്ടിയും തൊട്ടടുത്ത ദിവസം രാവിലെ സനീഷും മരണപ്പെടുകയായിരുന്നു. സാധാരണഗതിയിൽ സംരക്ഷിതമായിരിക്കേണ്ട ആശുപത്രി പരിസരത്ത് ഇത്തരമൊരു അപകടം ഉണ്ടായതു തന്നെ ആരോഗ്യവകുപ്പിൻ്റെ വലിയ പരാജയമാണെന്നാണ് ഉയരുന്ന വിമർശനം. മരണപ്പെട്ട രോഗികളുടെ ബന്ധുക്കൾ ഉയർത്തുന്ന ആരോപണങ്ങളെ മെഡിക്കൽ കോളേജ് അധികൃതർ പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ രോഗികളെ മറ്റൊരു സുരക്ഷിത ICUവിലേക്ക് മാറ്റിയെന്നും ചികിത്സയിൽ യാതൊരുവിധ തടസ്സവും ഉണ്ടായിട്ടില്ലെന്നുമാണ് ആശുപത്രി ഭരണകൂടത്തിൻ്റെ വിശദീകരണം. മരണപ്പെട്ട 2 രോഗികൾ നേരത്തെ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്നും സ്വാഭാവികമായ കാരണങ്ങളാലാണ് മരണം സംഭവിച്ചതെന്നും അധികൃതർ വാദിക്കുകയാണ്. എന്നാൽ ICUവിൽ കഴിയുന്ന രോഗികൾക്ക് നൽകേണ്ട പ്രത്യേക പരിഗണനയും യന്ത്രസാമഗ്രികളുടെ സഹായവും വാർഡുകൾ മാറ്റുന്ന തിരക്കിനിടയിൽ വിസ്മരിക്കപ്പെട്ടു വന്നത് തള്ളിക്കളയാനാവില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം അത്യാഹിതങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ആശുപത്രി അധികൃതർക്ക് സംഭവിച്ച പാകപ്പിഴകളാണ് ഇവരുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. സംഭവം നടക്കുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആറന്മുളയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു. മുൻപ് സമാനമായ രീതിയിൽ മെഡിക്കൽ കോളേജുകളിൽ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ മന്ത്രി റിപ്പോർട്ട് തേടുകയും എന്നാൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പതിവുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. റിപ്പോർട്ടുകൾ പലപ്പോഴും വകുപ്പിൻ്റെ വീഴ്ചകൾ മറച്ചുവെക്കുന്ന തരത്തിലുള്ളതാണെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നുണ്ട്. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള മന്ത്രി സ്വന്തം വകുപ്പിന് കീഴിലെ പ്രധാന ആശുപത്രിയിൽ നടന്ന ഇത്രയും വലിയൊരു അപകടത്തിൽ നേരിട്ട് ഇടപെടുന്നില്ല എന്നതും വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ഈ സാഹചര്യം തെരഞ്ഞെടുപ്പ് വേളയിൽ ഭരണപക്ഷത്തിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ ആരോഗ്യമേഖലയുടെ അഭിമാന സ്തംഭമായി അറിയപ്പെടുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അത്യാഹിത വിഭാഗം പോലെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഇടങ്ങളിൽ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഇതുവരെ അധികൃതർ നൽകിയിട്ടില്ല. ഫയർ ഓഡിറ്റുകളും സുരക്ഷാ പരിശോധനകളും കൃത്യമായിട്ട് നടക്കാത്തതാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നും വ്യക്തമാണ്. ആശുപത്രി കെട്ടിടങ്ങൾ തകരുകയോ തീപിടിക്കുകയോ ചെയ്യുമ്പോൾ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സുരക്ഷ ഒരുക്കാൻ കഴിയാത്തത് സംസ്ഥാനത്തെ ആരോഗ്യ പരിപാലന രംഗത്തെ ജീർണതയാണ് ഇവിടെ കാണിക്കുന്നത്. സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിലെ ഈ അനാസ്ഥ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. നിലവിൽ ഈ വിഷയം രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം മനുഷ്യാവകാശ പ്രശ്നമായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. വീണ ജോർജിൻ്റെ ഭരണത്തിന് കീഴിൽ ആരോഗ്യവകുപ്പ് പരാജയമാണെന്ന് കാണിക്കുന്ന ഒട്ടനവധി സംഭവങ്ങളിൽ ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഇതിപ്പോൾ മാറിയിരിക്കുകയാണ്. വരാനിക്ക് തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. ആശുപത്രികളിലെ ഭരണപരമായിട്ടുള്ള വീഴ്ചകൾ പരിഹരിക്കാനും രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാനും അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്.